പാകപ്പഴയായി പോയില്ലേ? ശകലം പെണ്ണമ്മ കൊണ്ടുവന്നതാ. പെണ്ണമ്മ ആരാ? നമ്മുടെ പതിവ് ശൈലിയുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെന്നാ എലിക്കുട്ടമ്മ തിന്നുന്നേ? ഇതെന്നാ തിന്നുന്നേ? ഇതെന്നാ തിന്നുന്നേ? തിന്നുന്നത് എന്നാന്ന്? ആ ചക്കച്ചോളയാണോ? ചക്കപ്പഴ? ആ ഇപ്പം എലിക്കുട്ടിയമ്മ രാവിലെ പരിപാടിയെല്ലാം കാപ്പിക്കുടി എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്കൊക്കെ എല്ലാം കഴിച്ചു. എല്ലാം കഴിച്ച് പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ കറങ്ങി നടക്കുന്നു. കറങ്ങി നടക്കുന്നതിനിടയ്ക്കാണ് അവിടെ ചക്കപ്പഴം പാത്രത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. അല്ലേ? അടുത്തത് കഴിക്കാൻ പാ. പാകപ്പഴയോ? ആ നല്ല പുളിച്ചതേ ഉള്ളൂ. പൊളിച്ചതേ ഉള്ളൂ. അപ്പം നമ്മുടെ പാത്രത്തിനകത്ത് ചക്കപ്പഴം ഇരുമുണ്ട്. എലിക്കുട്ടമ്മ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെല്ലിയിൽ കറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ ചക്കപ്പഴം ഇരിക്കുന്നുണ്ട്. എലിക്കുട്ടമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്കപ്പഴം. പാകപ്പഴയാണെന്നങ്ങ് പറയാമേക്കോ അല്ലേ? ചുമ്മാ പറഞ്ഞേക്കോ പാകപ്പഴയാണെന്ന്. ചക്കപ്പഴം പുളിച്ചതേ ഉള്ളൂ. പുളി വെച്ചോളൂ. മധുരം ഉണ്ടോ? പുളിയാണോ മധുരമാണോ? മധുരമാണോ പുളിയാണോ? പാകപ്പഴയായി പോയത് വല്ല പുളിയോ മധുരോ വല്ലതും ഉണ്ടോ? പാകപ്പഴയായി പോയില്ലേ? പാകപ്പഴയായി പോയില്ലേ? പാകപ്പഴയായി പോയില്ലേ? ശകലം മുഖത്ത് നോക്കി പറ. പാകപ്പഴയാണ് ചക്ക പാകപ്പഴയായി പോയെങ്കിൽ ഏലിക്കുട്ടിയമ്മ ഒന്നും തിന്നിയല്ല. നല്ലതാണെങ്കിൽ മാത്രമേ ഏലിക്കുട്ടിയമ്മ തിന്നുള്ളൂ. ചുമ്മാ അങ്ങ് തിന്നുവാണോന്ന് ചോദിച്ചപ്പോ അങ്ങ് പാകപ്പഴയായി പോയെന്നങ്ങ് പറഞ്ഞേക്കുവാ. ഈ ചായ കുടിച്ചോട്ടോ. ഇല്ല കുറച്ചുകൂടെ തിന്നണം. ഇല്ല കുറച്ചുകൂടെ തീറ്റിക്കും. ഭാരം കൊണ്ടിട്ടോ ഞാൻ ചായ ആറട്ടെ. അവിടെ ഇരുന്ന് കഴിയേ. അവിടെ ഇരുന്നോ. കസേര ഇരിക്ക്. കസേര ഇരിക്കാനേ. ആ കിടക്കാൻ ഇത്ര നേരം കിടക്കുമല്ലായിരുന്നോ? കടന്ന പ്രാർത്ഥനയില്ലായിരുന്നോ? കടന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നടന്ന പ്രാർത്ഥനയായിരുന്നു. നടന്ന പ്രാർത്ഥന കിടക്കുന്നു. ആ പഴം നോണ വഴിക്ക് ഇതേ ഒരു ചക്കപ്പഴം ഇങ്ങനെ ഇരിക്കുന്നു. പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പ്രാർത്ഥന അവിടെ നിന്നുപോയി. പാകപ്പഴയായി. ഏലിക്കുട്ടിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ ചക്കപ്പഴം. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനും കൂടെ നിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ ഒത്തിരി ഇല്ല സാധനം. നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും മാത്രമേ ഉള്ളൂ. ഞാൻ വെട്ടി വഴിക്ക് തന്നെ തിന്നു. പിന്നെ വിമാൻ ഇതൊന്നും തിന്നിയല്ല. ഇനി ആർക്ക് കൊടുക്കാനാ? അവിടെ ഇരിക്കേ. അവിടെ ഇരുന്ന് നിന്നോ. നമുക്ക് രണ്ടാം കൂടെ നിന്ന് തീർത്താക്കാം. അവരൊക്കെ ഇരുന്ന് കൊതി വിടട്ടെ. നമ്മൾ ചക്കപ്പഴം തിന്നുന്നത്. അവരൊക്കെ ഇരുന്ന് കൊതി വിടട്ടെ. നമ്മൾ ചക്കപ്പഴം തിരുന്നാണുണ്ട്. അവിടെ ചായ ഇരിക്കുന്നത്. ചൂട് കാണാം. ചൂട് കാണാം. എല്ലാവരും ചൂട് കാണുമെന്ന് പറഞ്ഞേ. ചക്കപ്പഴം തിന്ന്. ചക്കപ്പഴം തിന്നാ. എലിക്കുട്ടമ്മയ്ക്ക് തിന്നാൻ വെച്ചേക്കണ. എലിക്കുട്ടമ്മയ്ക്ക് തിന്നാൻ വെച്ചേക്കണ. അത് നമുക്ക് രണ്ടും കൂടെ തിന്നാൻ തീർത്താക്കാം. ഇവർക്കാർക്കും വേണ്ട. ഓ വയറുവേദനയൊന്നുമില്ല. നാളെ തിന്നല്ലേ. പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് കാണിക്കാനാ. പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് എന്നെ കാണിക്കാനാ. നാളത്തേനെ ഉള്ളൂ. നാളത്തേനെ പാകപ്പഴയായി പോവും. ഇന്ന് വേണം. നാളത്തേന് കൊള്ളിയില്ലാതെ ആകും. ചായ അവിടെ ഇരുന്ന് കഴിക്കാനേ. അത് എലിക്കുട്ടിയമ്മയുടെ ചായ അല്ലേ, ചൂടാറണ്ടേ. അവിടെ ഇരിക്കേ. തിന്നെ വന്നേ തിന്നെ. കുട്ടമ്മേ എലിക്കുട്ടമ്മേ
എലിക്കുട്ടിയമ്മേ എലിക്കുട്ടിയമ്മേ വാ ചായ കുടി വന്നു ചായ കുടി പിന്നെ ചായ ചായ ആ ചായ കൊടുത്തു, ഞാൻ കൊടുത്തു. ഇല്ലതേ ഇരിക്കുന്നത് ഇതല്ലേ ഞാൻ 2-3 പ്രാവശ്യം കൊടുത്താ. 2-3 പ്രാവശ്യം അപ്പം കുടിച്ചു പോലുമില്ല ചൂടാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയത് ഇനി എനിക്ക് വേണ്ട. അയ്യോ കുടിക്കണം ചായ ഒന്നും കുടിച്ചില്ല വെണ്ണ എടുത്ത് കൊടുക്കണ ഞാൻ 2 പ്രാവശ്യം 3 വെണ്ണ എടുത്ത് കൊടുക്കണം പറഞ്ഞു ആ വണ്ടി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പാണ്. എലിക്കുട്ടിയമ്മ ഇങ്ങനെ ഓടിപ്പോകാൻ നിൽക്കുന്നേ ഇങ്ങനെ. ആ എലിക്കുട്ടിയമ്മ ഈ ഓട്ടം ചാട്ടം മറിച്ചിലൊക്കെയാണല്ലോ ഇപ്പം. പച്ചവെള്ളമൊക്കെ തളക്കാൻ വെച്ചേക്കണം എലിക്കുട്ടിയമ്മയുടെ ചായ ഈ ചായ. എലിക്കുട്ടിയമ്മക്ക് വെച്ചാ ഏ? ആ വണ്ടൊന്നും അവിടെ ഇരിക്കട്ടെ. അച്ചപ്പം എടുത്ത് തന്നു. പൊട്ടിച്ചിട്ടിരിക്കണ അതാ എടുത്തോളൂ അച്ചപ്പം. പറഞ്ഞേ അച്ചപ്പം ഇച്ചിരി മുമ്പേ കൊടുത്തായിരുന്നു. കുറച്ച് മുമ്പേ പൊട്ടിച്ചപ്പം. അവിടെ ഇരി. ഇല്ല, പോവാ. എവിടെ ഇവിടെ. ഇത് തിന്ന് ചായ കുടിച്ചിട്ട് പോകും. ബീരി ബീരി ബീരിക്ക് ബീരിക്ക്. ചക്കപ്പഴം വേണ്ടേ ചക്കപ്പഴം വേണ്ടേ ചക്കപ്പഴം പിന്നെ ചക്കപ്പഴം എന്തോ തിന്നോപ്പാ എല്ലാവരോടും തിന്നോളാം പറ. നമ്മളാണ്ട് ഉള്ള ഇവിടെ ഇല്ലേ? ഇവിടെ ഉള്ളൂ. അമ്മ എല്ലാവരും വേണമെങ്കിൽ വിദേശത്തു നിന്നൊക്കെ വിളിച്ചു വരുത്തും. ഞങ്ങളൊക്കെ എവിടെ പോയി? ആങ്ങളൊക്കെ ഓരോ വഴിക്ക് പോയി. ഇനി അമ്മയ്ക്ക് ഓരോ മക്കളില്ല വിദേശത്തുള്ള. ചക്കപ്പഴം കാണുമ്പോൾ കൊതിയുള്ള അവരെയൊക്കെ വിളിക്കും. അതെല്ലാവരും വരാൻ പറ വേണ്ടവരോടൊക്കെ വരാൻ പറ വിളിക്കുക എലിക്കുട്ടിയമ്മ. ഇപ്പം ഇല്ല അവിടെ ചക്കപ്പഴം. ജൂൺ മാസത്തെ വന്നാൽ മതി. ഇഷ്ടം പോലെ വന്നുവിടാം. അതെ ജൂൺ മാസത്തിൽ ചക്ക കണ്ടവരൊക്കെ പോയി ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇതാദ്യം ഉണ്ടായതാണ് ഇനിയില്ല ഉണ്ടായി വരുന്നേ ഉള്ളൂ രോമോടെയാ രോമോടെയാ തോണ്ടി പിടിക്കുന്നല്ലേ തോണ്ടി കളിക്കോ തലമുടി വെട്ടിയിട്ട് വലിയ കുഴപ്പമില്ലല്ലേ ദേഷ്യപ്പെടുമെന്നറിയാനാണ്. ഞാനൊന്നും കാണിക്കലില്ല. പിന്നെ നീ അമ്മയൊന്നും കാണിക്കും പിന്നെ നീ എന്തിനു തോണ്ടണേ ചുമ്മാ അമ്മേനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ചായ പിടിച്ചിട്ടിരിക്കുന്നത് അല്ലേ അമ്മ അത് കലിക്കുമോന്നറിയാനാ. അതാ സമയത്താണല്ലേ കഴിക്കുള്ളൂ കലിപ്പിക്കുട്ടിയാവോ നോക്കട്ടെ. രോമോനും തോണ്ടി നോക്കി കലിക്കുമെന്നറിയാം. 2 പ്രാവശ്യം തോണ്ടിക്ക്. ആ തോണ്ട് രോമനാന്ന് അറിയണം. ഞാനാന്ന് പറയരുത്. ഇതിന് ഇതിനകത്ത് ആ ഇനി വേണം. അതാണ് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. നേരെ ചോദിക്കുകയല്ലേ. വളഞ്ഞ് പോവാ. എന്നാ അനിയത്തി കൊണ്ട് തന്ന അച്ചപ്പം കുഞ്ഞമ്മ കൊണ്ടുവന്ന അച്ചപ്പം. പെണ്ണമ്മ കൊണ്ടുവന്ന അച്ചപ്പം. അതെ പെണ്ണമ്മ കൊണ്ടുവന്നതാ. ഇതോ? ആ പെണ്ണമ്മ ആരാ? പെണ്ണമ്മ ആരാ? അത് അമ്മയുടെ അനിയത്തിയാ. എലിക്കുട്ടിയമ്മയുടെ അനീതിയല്ല. എലിക്കുട്ടിയമ്മയുടെ അനീതിയല്ല. ഇല്ല, അമ്മയുടെ അനീതിയാ അല്ലേ? എലിക്കുട്ടിയമ്മയുടെ അമ്മയുടെ അനീതി ആണോ? ആയിരിക്കും. എലിക്കുട്ടിയമ്മയുടെ അനീതിയല്ലേ അമ്മയുടെ അനീതിയൊക്കെ ഇവിടെ ഇരിക്കും ഇനിയിപ്പോൾ ആരും പറയാനില്ല, കണ്ടാൽ മതിയല്ലോ. ആ ഇപ്പോൾ കിടക്കാനാ വിവാൻ വരണ്ടേ? വിവാൻ വരണ്ടേ? ഇതാ എപ്പോഴാ കോളേജിൽ പോയത്? അപ്പോൾ അവൾ എപ്പോഴാണ് വന്നെ? 6 മണിയാകുമ്പം വരും. ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട്. എന്നാ വന്നെ? പാലായിന്ന്. ഒരുപാട് വഴിയുണ്ടല്ലോ. പാലായിന്നും പോണം. പഴയ കാണാൻ കുഴപ്പമില്ലായിരുന്നു ഒത്തിരി ദൂരം ഭരണങ്ങാനം കഴിഞ്ഞല്ലേ? പിന്നെ ഭരണങ്ങാനം കഴിഞ്ഞ് പിന്നെ വീരാറ്റുപേട്ട കഴിഞ്ഞോ? വീരാറ്റുപേട്ടയൊക്കെ ഉണ്ട് ഭരണങ്ങാനത്തും തിരിഞ്ഞു പോവാം ഭരണങ്ങാനത്ത് കാണാൻ കാരണം ഇവിടെ പോണം. പിന്നെ അരുവിത്തറ പോണം. ഭരണങ്ങാനം പലയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയാന്നേ അവിടെ നിന്ന് എന്തോരം ദൂരം? അങ്ങോട്ടാണ് ബസ്സില്ലാത്തത്. ഓ അവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ടെന്ന് നിൽക്കണം കിടക്കാൻ പോവാ. ആ ചായ മുഴുവൻ കുടിച്ച് തീർക്ക്. ഒരുപാടൊന്നും കുടിക്കാൻ വരാം.
അയ്യോ അത് കുടിക്കാനുള്ള വയറുണ്ട്. വേണ്ട. അത് വേണം, പിന്നെ ആര് കുടിക്കും? അതൊക്കെ കുടിക്കില്ല. ഇച്ചിരി കുറഞ്ഞു പോയാൽ പറയും. അല്ലെങ്കിൽ ഇച്ചിരി വിശപ്പ് കൂടുതലായിരുന്നു, ദാഹം കൂടുതലായിരുന്നെങ്കിൽ കൊടുത്തതിനേക്കാൾ ഇച്ചിരി എന്നും കൊടുക്കുന്നേക്കാളും കൂടുതലായിരുന്നു. ഇളക്കി കൊടു. എന്നാ പറയണേന്നറിയാം, ഓ ഇത് ഇച്ചിരി ഉള്ളു, പെട്ടെന്ന് തീർന്നു പോയി എന്നൊക്കെ ഓരോ ഡയലോഗ് പറയും. ഇലക്കുട്ടിയമ്മയുടെ ഓരോ മൂടാ. അതും കൂടെ കുടി, അതും കൂടെ കുടി. ഓരോ മൂടനുസരിച്ച് ഓരോ തട്ടിക്കൊണ്ടിരിക്കും. ഇനി അച്ചപ്പം ഇത് വേണ്ട. മതിയോ? ഇച്ചിരി ഓടി നടക്കും. ഇതിലും വഴിയൊക്കെ ഓടി നടപ്പിച്ചിരുന്നേരം. ആരാ? ഏലിക്കുട്ടിയമ്മ. ഓടി നടക്കണം. ആ അതിൻ്റെ വ്യായാമം. പിന്നെ ആവില്ല, കാലും കൈക്ക് ഓടണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ മുറ്റത്തൂടെ ഇറങ്ങി ഇച്ചിരി നേരം നടക്കാം. പള്ളിയിൽ പോയി, യൂദാസ്ലിഗയുടെ പള്ളിയിൽ പോയി തിരി കത്തിച്ചിട്ട് വാ. യൂദാസ്ലിഗയുടെ പള്ളിയിൽ പോയേ, കുരിശുപള്ളിയിൽ പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് വാ. അതൊക്കെ പണ്ട്. പോകുന്നുണ്ടോ? എന്ത്? ഇന്ന് ഞാനും പോകില്ല. ഞാനും കൂടെ വരാം. ഏ? ഞാനും വരാം. നീ വെക്കും. അതൊക്കെ പണ്ട്. രാവിലെ ഓടിയില്ലേ? രാവിലെ ഓടി നടന്നില്ല, അതായിരിക്കും. അതിനാ അങ്ങനെ കത്തിക്കണം. അമ്മ കത്തിച്ചോണ്ടിരുന്നാ പണ്ട്. എന്നും വൈകുന്നേരം പോവായിരുന്നു, ഒരു 5:30 ആകുമ്പോ തിരി കത്തിക്കാൻ. സാരമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തോണ്ട് പോയാൽ തടസ്സം കൂടാതെ നീ കിടക്കാൻ വാ കഴുകിയിട്ട് വെക്കോ. നല്ല ഓരോരുത്തർ പോകണം. വണ്ടിയെ പിന്നെ പോണ്ടേ? ദൂരേക്കൊക്കെ പോകുമ്പോ വണ്ടിയെ പോണ്ടേ? ദൂരെ അല്ലാഞ്ഞിട്ട് പോലും എല്ലാരും വണ്ടിയല്ല പോണത്. ഞാൻ ഏറ്റു പോട്ടോ കേട്ടോ. നിങ്ങൾ അമ്മയും മാനും കൂടി ഇരുന്നു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ എലിക്കുട്ടിയമ്മ പിന്നെ പ്രാർത്ഥനായജ്ഞത്തിലോട്ട് പോയി. അവിടെ ഭയങ്കര പരിപാടിയാണ് പ്രാർത്ഥനായജ്ഞത്തിൻ്റെ കൂടെ. അറിയത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. വിശുദ്ധി അവസരപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. തലേണയൊക്കെ എടുത്തത് വീണുകൊണ്ടാണ് പ്രാർത്ഥന. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. കർത്താവെ അനുഗ്രഹിക്കുന്നു, വിശായെ അനുഗ്രഹിക്കുന്നു. തലേണയൊക്കെ എടുത്തത് വളർന്നുകൊണ്ടിരിക്കുമായിരുന്നു. വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കാണണം, വിശായുടെ പ്രാർത്ഥന കഴിക്കണം. ആകാശങ്ങളുടെ ബാബാപരാനെ ഞങ്ങളെ അനുഗ്രഹിക്കുക. എനിക്ക് നേരെയില്ല വരാല്ലേ, ഞാൻ വന്ന് കഴിച്ചേരാട്ടോ. അതിന് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മ തന്നെ ഇരുന്ന് കഴിച്ചോട്ടോ. രാവിലെ മുടിക്കൂട്ടിയായിട്ട് വെല്ലൊക്കെ തേച്ചു. എലിക്കുട്ടിയമ്മ കുടിക്കാൻ പോണ ഭാഗമാണ്. അത് കഴിച്ചോ? ഇവിടെ ഇരുന്ന് കഴിക്കേ. എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? അവിടെ ഇരുന്ന് കഴിക്കാൻ. നിന്നിട്ടൊരു ഇച്ചിരി കഴിപ്പ് കഴിച്ചിട്ടേ ഉള്ളൂ അമ്മ ഇരുന്ന് കഴിക്കുകയുള്ളൂ. പണ്ട് മുതലേ ഉള്ള ശീലമാണ്. നമുക്ക് ഇടിയപ്പം പഞ്ചസാരയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇടിയപ്പം കേട്ടോ, പഞ്ചസാരയാണ് കൂടുതൽ ഇഷ്ടം. കറിയൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് അത്ര പോരാ. എല്ലാത്തിനും അതുകൊണ്ട് ഇടിയപ്പത്തിനകത്ത് പഞ്ചസാരയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടി നമ്മുടെ കഴിപ്പ് കഴിഞ്ഞോ? അത് കഴിക്കുന്നില്ലാത്തേ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ ഇടിയപ്പം? ഇടിയപ്പം ഇഷ്ടപ്പെട്ട സാധനമല്ലേ? തിന്നോണ്ടിരിക്കുവല്ലേ? അയ്യോ പെട്ടെന്ന് കഴിച്ചോ. രാവിലെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. രാവിലെ കിടന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ആ കഴിക്കേ. രാവിലെ ഒരു ദിവസം ഓടി നടന്നു കഴിഞ്ഞ് പ്രാർത്ഥനയായിട്ടിരുന്നല്ലേ? കഴിക്കും, പെട്ടെന്ന് കഴിക്കും. ജോമോനോട് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചേ. അവിടെ ചേർത്തിരുന്ന് കഴിക്കണ്ടായിരുന്നു. നൂല് വായി നൂരി പോവല്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. വേണം. പിന്നെ കഴിക്കട്ടെ. രാവിലെയല്ലേ കഴിപ്പുള്ളൂ. രാവിലത്തെ കഴിപ്പല്ലേ ഉള്ളൂ. ആരാ കഴിക്കരുതെന്ന് പറഞ്ഞെന്ന് ചോദിച്ചേ. ബാക്കി സമയങ്ങളിൽ ആരാ കഴിക്കരുതെന്ന് പറഞ്ഞെന്ന് ചോദിച്ചേ. ഇതൊക്കെ അഹങ്കാരല്ലേന്ന് ചോദിച്ചേ. അഹങ്കാരല്ലേന്ന് ചോദിച്ചേ. തൻ്റെ ഇടം തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. കഴിച്ചു കഴിഞ്ഞോ? മതിയാ? കഴിച്ചു കഴിഞ്ഞോ? മതിയോ? ഒന്ന് കഴിച്ചു കഴിഞ്ഞോന്ന്? കഴിച്ചു കഴിഞ്ഞോന്നാ ചോദിച്ചേ.
പല്ല് തേച്ചിട്ടല്ലേ കഴിച്ചു, ഞാൻ കണ്ടതല്ലേ പല്ല് തേക്കുന്നത്. കഴിച്ചു കഴിഞ്ഞു. ആ അതാ ചോദിച്ചേ. എലിക്കുട്ടിയമ്മ ഇന്ന് പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനാ ശരിപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെന്നാ അത് പണ്ടും പറഞ്ഞു കാലിനകത്ത് കുത്താൻ മേലായിരുന്നു. അമ്മയ്ക്ക് ഈ രോഗം വരുന്നതിന് മുന്നേ പറയുന്നു കേട്ടോ. അതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അമ്മയുടെ സ്ഥിരം ഒരു പറച്ചിലതൊക്കെ. ചെരുപ്പ് ഇട്ടിട്ടുണ്ട് നമ്മ. ആ ഭയങ്കര വേദന എടുത്തില്ല. ഏത് ചില തറയിലോട്ട് കാല് കുത്താൻ നമുക്ക് വേദനയില്ല. അത് ചെരുപ്പൊക്കെ ഡീസൻ്റ് ആയിട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ വെച്ചാലും ഞാൻ കഴുകിക്കോളാം. ഞാൻ കഴുകിക്കോളാം. ഞാനേ പാത്രം കഴുകിക്കോളാം. അവിടെ വെച്ചേര്. അമ്മ എന്നാലും ഒന്ന് കഴുകിയേ വെക്കുള്ളൂ. അമ്മയുടെ പതിവ് ശൈലിയുണ്ട്. കഴുകിക്കോട്ടെ, മറന്നു പോകാതിരിക്കട്ടെ. ആ അത് തന്നെ, അല്ല പറഞ്ഞേ. അമ്മയുടെ പതിവ് ശൈലിയുണ്ട്. ആരോഗ്യമുണ്ടെങ്കിലല്ലേ കഴുകുള്ളൂ. പിന്നെ വയ്യായികയാണെങ്കിൽ കഴുകുമോ? നമ്മൾ കഴുകി. കേട്ടതല്ലേ. പിന്നെ കടലക്കറി ഇടിയപ്പം കൂടെ ടേസ്റ്റ് ഇല്ല. ഗ്രീൻ പീസാണ് സൂപ്പറാ. അല്ല പച്ചക്കടലായിരിക്കണം. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് കറി വെക്കിയല്ലേ, നല്ലതായിരുന്നു. ഞാൻ പിന്നെ അപ്പത്തിൻ്റെ കൂടെ അതാണ് ഉണ്ടാക്കിയത്. ഇപ്പം കടലക്കറി മാറ്റി പിടിക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ചെയ്ത, പക്ഷെ രുചിയില്ല. ഞാൻ മനസ്സാരായിട്ട് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കുഴപ്പം. മനസ്സാരായിരുന്നു അതിലും വേദന എനിക്ക്. കുട്ടിയമ്മ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അതൊക്കെ പോരുന്നുണ്ട്. വാ കഴുകുന്നില്ലേ? വാ കഴുകുന്നില്ലേ? വാ കഴുകുന്നില്ലേ? ആ എവിടെ കഴുകി? വാ കഴുകിയില്ലല്ലോ. വായു വെള്ളം കൊണ്ടോട്ട് പോരുന്ന സാറിന. അത് വെള്ളം കൊണ്ടില്ലെന്ന് നീ പോരുക ചെയ്തേ. കൈ മാത്രമേ കഴുകുള്ളൂ, പാത്രം കഴുകിയ കൂടെ. ആ വെള്ളം ഇല്ലെന്നും പറഞ്ഞിരിക്കുക അല്ലേ? ആ പൈപ്പ് തുറന്നില്ല. നീ എവിടെ എന്താ എടുക്കുന്ന നോക്കി നിൽക്കുക. വാ കഴുകു, വാ കഴുകു. വായേ മുഖം കഴുകാതെ വാ കഴുകു. മുഖം മാത്രം കഴുകാതെ. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ വാ കഴുകിയില്ലല്ലോ. എലിക്കുട്ടിയമ്മേ വാ കഴുകു. വാ ശ്രദ്ധിക്കുന്നില്ല. വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും പൈപ്പ് തുറന്നു വിടുക. ടാപ്പ് തുറന്നു വിടുന്ന ഇപ്പം മറന്നു പോകുന്നുണ്ട്. വെള്ളം വെള്ളം പോണ്, വെള്ളം പോണ്, വെള്ളം പോണ്, വെള്ളം. പണ്ട് പൈപ്പ് ഇച്ചിരി കൂടുതൽ പാത്രം കഴിയാൻ വഴക്ക് പറയുന്ന അമ്മയാണ്. വെള്ളം കൂടുതൽ പോണ വാ കഴുകിയില്ലല്ലോ. വാ കഴുകിയില്ല എലിക്കുട്ടിയമ്മേ. വാ കഴുകിയില്ല കേട്ടോ. എപ്പം? എല്ലാരും കാണിച്ചോണ്ടല്ലോ. ആ എല്ലാവരും കാണിച്ചോണ്ടല്ലേ ചെയ്യണേ. എല്ലാവരും കാണുന്നില്ലേ? കാണിക്കുന്നില്ലേലും കാണുന്നുണ്ടല്ലോ. ഉപേക്ഷിച്ച് ചെരുപ്പെടുത്തിട്ട് കാല് പുറകിൽ നീളം കൂടുതലാന്ന്. 9 ഇഞ്ച്, ഞാൻ 7 ഇഞ്ചും അല്ലേ. എത്ര എണ്ണം വെച്ചിരിക്കുന്നേ? ഇവിടെ ഇരിക്കുന്ന പാകവാ. ഇത് കണ്ടോ പുറകിൽ കിടക്കണേ? ഞാൻ നോക്കി എന്റെ അകത്തിരുന്ന ചെരുപ്പ് പൊട്ടിപ്പോയി. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അവർക്കതൊന്നും വേണ്ട. പോയി. പിള്ളേർക്കെല്ലാം പാഷൻ മാത്രം മതി. വിമാനം ഉൾപ്പെടുത്തണ്ട കേട്ടോ. എന്നാ പരിപാടി? നീ എന്നാ പരിപാടി? നീ എന്നാ പരിപാടി? പരിപാടി എന്തെങ്കിലും കാണും. എന്നാ പരിപാടി?
എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.